ഇതുകൊണ്ട് അർജുന നിന്നോടുള്ള ദേഷ്യം കൂടുകയല്ലേ ചെയ്യുന്നത് നിരഞ്ജന? കൂട്ടുകാരി ശ്രുതിയുടെ ചോദ്യത്തിന് വേദന നിറഞ്ഞൊരു ചിരിയാണ് നിരഞ്ജന പകരം കൊടുത്തത്. അവന് ഒരുപാട് മാറിപ്പോയി. ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണ്. അറിയാലോ, ടോണിയുടെ കൂടെ കൂടിയവരാരും രക്ഷപ്പെട്ടു പോന്ന ചരിത്രമില്ല. അവരുടെ പിടിയിൽ നിന്നും ഊരിപ്പോരാൻ ശ്രമിക്കുന്നുവെന്ന് അവർക്ക് തോന്നുന്ന നിമിഷം പിന്നെ ആ ആള് ജീവനോടെ തന്നെ ഉണ്ടാവില്ല. ഭീതിയോടെ അതുല്യ കൂടി പറഞ്ഞതോടെ എത്രയൊക്കെ ഒതുക്കി നിർത്തിയിട്ടും നിരഞ്ജനയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, അല്ലയിൽ തന്നെ ഇവള് ഓരോന്നോർത്ത് ഒരു പരുവമായിട്ടുണ്ട്. അതിനിടയിൽ കൂടിയാണ്. നിരഞ്ജനയുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ധന്യ കടുപ്പത്തിൽ പറഞ്ഞപ്പോൾ അതുല്യയും ശ്രുതിയും വിഷമത്തോടെ അവളെ നോക്കി. അവനൊരു പാവമാണ്. എല്ലാവരും കൂടി പൊട്ടി വന്നൊരു കരച്ചിലമർത്താൻ നിരഞ്ജന ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. എന്നെ അവൻ വെറുത്തോട്ടെ, പക്ഷേ അവൻ നശിച്ചു കാണാൻ എനിക്കാവില്ല. ഞാനെൻ്റെ ജീവനെ പോലെ സ്നേഹിച്ചവനാണ്. പ്രണയം എന്തെന്ന് എന്നെ പഠിപ്പിച്ചവനാണ്. അവൻ എന്നെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരുമിച്ചൊരു ജീവിതം കൊതിച്ചിരുന്നു. അതൊന്നും അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാനാവില്ല. കണ്ണുനീർ തുള്ളികൾ നിരഞ്ജനയുടെ കയ്യിലേക്ക് ഇറ്റി വീണുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അവൻ മുഴുവനായും തെറ്റിലേക്ക് മുങ്ങിയിട്ടില്ല. കരുത്തുള്ളൊരു കൈ നീട്ടാൻ ആളുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട് എൻ്റെ അർജുൻ തിരികെ വരുമെന്ന്. അന്ന് അവൻ എന്നെ മനസ്സിലാവും. എൻ്റെ സ്നേഹം മനസ്സിലാവും. നിരഞ്ജന പുറം കൈ കൊണ്ട് കണ്ണു തുടച്ചിട്ട് ചിരിച്ചു. ഇത്രയും സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് പിന്നെ നീ എന്തിനാടി നിമ്മി അർജുനെ കാണാതെ നടക്കുന്നത്? അവൻ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുന്നത്? അതുല്യ അത്ഭുതത്തോടെ നിരഞ്ജനയെ നോക്കി. അവൾ മനോഹരമായി ചിരിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി. അതും എൻ്റെ സ്നേഹമാണ്. എൻ്റെ ചെക്കനോടുള്ള അടങ്ങാത്ത പ്രണയമാണ്. നിരഞ്ജനയുടെ വാക്കിൽ തുടുമ്പുന്ന അതേ സ്നേഹം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. സ്നേഹമുള്ളിടത്തെ പരിഭവമുണ്ടാകും. എനിക്കവനെ വേണം. എൻ്റെ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ അവനൊപ്പം ചേരണം. അത് പക്ഷേ ഒരു തെരുവു ഗുണ്ടയുടെയോ പാർട്ടിയുടെ പേരിൽ ചാവാൻ നടക്കുന്ന ചാവേറോ ആയല്ല. എന്നെ സ്നേഹിച്ച ജീവിതത്തിൽ നല്ലൊരു നിലയിൽ എത്താൻ കുതിച്ച അതിനുവേണ്ടി പ്രയത്നിക്കാൻ മടിയില്ലാത്ത അർജുനായിട്ട് തന്നെ വേണം. അതെൻ്റെ വാശിയാണ്. നിരഞ്ജനയുടെ മുഖം വലിഞ്ഞു മുറുക്കി അത് പറയുമ്പോൾ കൂട്ടുകാരികൾ പരസ്പരം നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. സീത വാതിൽ വലിച്ചു തുറക്കും മുന്നേ അത് തുറന്നുകൊണ്ട് മിഥുൻ അകത്തേക്ക് കയറി വന്നു. സീത ഞെട്ടിക്കൊണ്ട് പിന്നോട്ട് മാറി. അവനാരാണെന്ന് അവൾക്കറിയില്ല. മിഥുൻ പക്ഷേ ഒറ്റ നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം കണ്ണന് നേരെ തുറച്ചു നോക്കി. അവനാകട്ടെ കള്ളത്തരം ചെയ്ത് പിടിക്കപ്പെട്ട കുട്ടികളെ പോലെ തല കുനിച്ച് നിൽക്കുന്നുണ്ട്. സീതയുടെ വിളറി വെളുത്ത മുഖത്തേക്ക് മിഥുൻ ഒന്നുകൂടി തുറച്ചു നോക്കി. നീ ഏതാടി? അവൻ സീതയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഒരടി പിറകിലേക്ക് വെച്ചുകൊണ്ട് കണ്ണനെ നോക്കി. അവനല്ലല്ലോ, ഞാനല്ലേ ചോദിച്ചത്. എന്നെ നോക്കി സംസാരിക്കാൻ ശ്രമിക്കേ. മിഥുൻ അവളുടെ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് പറഞ്ഞു. ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? മിഥുൻ വീണ്ടും ഒരടി കൂടി അവളുടെ അരികിലേക്ക് നീങ്ങി. ഞാൻ സീതാലക്ഷ്മി. സീതാലക്ഷ്മിക്ക് എന്താ ഈ മുറിയിൽ കാര്യം? വീണ്ടും മിഥുൻ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. സീതയുടെ കണ്ണുകൾ വീണ്ടും കണ്ണന് നേരെ നീണ്ടു. അല്ലടാ, അത് പിന്നെ. കണ്ണൻ എന്തോ പറഞ്ഞിട്ട് മുന്നോട്ട് വരും മുന്നേ മിഥുൻ കൈയുയർത്തി തടഞ്ഞു. നിന്നോട് ചോദിച്ചില്ല. മര്യാദക്ക് നീ അവിടെ പോയി നിൽക്ക്, മിഥുൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ വീണ്ടും സീതയുടെ നേരെ തിരിഞ്ഞു. ഞാൻ അവിടുത്തെ മുത്തശ്ശിയെ നോക്കാൻ. സീത പറഞ്ഞു. ഇവിടുത്തെ മുത്തശ്ശിയെന്നാ ഈ മുറിയിൽ താമസം മാറ്റിയത്? വീണ്ടും അവൻ്റെ തുറിച്ചുനോട്ടം. സീത ഒന്നും മിണ്ടിയില്ല. ചോദിച്ചത് കേട്ടില്ലേ സീതാലക്ഷ്മി? ഇത് ശ്രീനിലയത്തിലെ കിരൺ വർമ്മയുടെ മുറിയാണ്. ഇവിടെന്താ നിനക്ക് കാര്യം? അത് പറ. മതിയാക്കടാ മിത്തു. എൻ്റെ പെണ്ണ് എൻ്റെ മുറിയിലല്ലാതെ പിന്നെ വേറെ എവിടെ പോവാൻ? പോടാ അവിടുന്ന്. അവൻ്റെ ഒരു CBI അന്വേഷണം. മിഥുൻ്റെ നടപ്പുറം നോക്കി നല്ലൊരു ഇടി കൊടുത്തുകൊണ്ട് കണ്ണൻ സീതയെ അടക്കി പിടിച്ചു. എൻ്റെ കൂട്ടുകാരനാ മിഥുൻ. ബാംഗ്ലൂരിൽ നിന്നും റിമിക്കൊപ്പം വന്നത് ഇവനാ, കണ്ണൻ സീതയോടായി പറഞ്ഞു. മിഥുൻ ചിരിച്ചുകൊണ്ട് സീതയെ നോക്കി. നേർത്തൊരു ചിരിയോടെ സീത കണ്ണൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു. എൻ്റെ സീതാലക്ഷ്മി സ്ട്രോങ് ആണ്, മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ ഇവൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം ഞാൻ എൻ്റെ ചെക്കൻ്റെ മുറിയിൽ വന്നത് ചോദിക്കാൻ നീ ആരാടാ എന്നൊരു തിരിച്ചു ചോദ്യമായിരുന്നു. നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ ബ്രോ, മിഥുൻ ചിരിയോടെ പറഞ്ഞു. കണ്ണൻ ഒന്നും പറയാതെ സീതയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. എനിക്ക് പോണം കണ്ണേട്ടാ. സീത കണ്ണനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് കൈ അയച്ചു. പോവുന്നതൊക്കെ കൊള്ളാം, പക്ഷേ
ഈ മുറിയിൽ വെച്ചുള്ള സീൻ അധികം ഒഴിവാക്കി റൊമാൻസിക്കുന്നതാണ് സീതയ്ക്കും രാമനും നല്ലത്. അറിയാലോ, ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ നീ? മിഥുൻ ചോദിക്കുമ്പോൾ സീതയുടെ നെറ്റി ചുളിഞ്ഞു. ചോദ്യത്തോടെയുള്ള അവളുടെ നോട്ടം കണ്ണന് നേരെ നീണ്ടു. ഒന്നുമില്ല, നീ ചെല്ല്, കണ്ണൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. മിഥുനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് സീത വേഗം വാതിൽ തുറന്നിറങ്ങിപ്പോയി. അതിനോടിപ്പോ റിമിയുടെ കാര്യമൊന്നും പറയേണ്ട മിത്തു, അല്ലെങ്കിൽ തന്നെ ആ പാവം മനസ്സ് ചത്ത നിൽപ്പാണ്. സീത പോയ വഴിയെ നോക്കി കണ്ണൻ പറഞ്ഞു. എന്താടാ, എന്തേലും പ്രശ്നമുണ്ടോ നിന്റെ സീതാലക്ഷ്മിക്ക്? മിഥുൻ നെറ്റി ചുളിച്ചു. എൻ്റെ പൊന്നു മിത്തു, ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ സീതാലക്ഷ്മിയില്ലേ, അവൾ മൊത്തത്തിൽ ഒരു പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ്, കണ്ണൻ വേദനയോടെ പറഞ്ഞു. ഫാമിലി ഇഷ്യൂസ് ആണെടാ, അഴിക്കും തോറും മുറുകുന്ന പ്രശ്നങ്ങളുടെ കുരുക്ക് എൻ്റെ പെണ്ണിനെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്, കണ്ണൻ നെടുവീർപ്പോടെ പറഞ്ഞിട്ട് കിടക്കയിൽ പോയിരുന്നു. എനിക്ക് മനസ്സിലാവും കണ്ണ, പക്ഷേ സൂക്ഷിച്ചു വേണം. ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. സീതാലക്ഷ്മിക്ക് ഇനിയും പ്രശ്നങ്ങളുടെ ഭാരം കൂട്ടരുത്. മിഥുൻ അവൻ്റെ അരികിൽ ചെന്നിരുന്നു. എനിക്കറിയാം മിത്തു, മറന്നിട്ടൊന്നുമില്ല ഞാൻ. അവൾ അങ്ങനെ മുന്നിൽ നിന്നിട്ട് വേദനിക്കുമ്പോൾ ഒന്ന് ചേർത്ത് നിർത്തി ഞാൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് കൊടുക്കണം. ആ മനസ്സിലെ തീ അല്പമെങ്കിലും കുറയാൻ ഒരു മഞ്ഞുമുട്ട് പോലെ എന്നോട് ചേർന്ന് നിർത്തണം. അപ്പോൾ എൻ്റെ മനസ്സിൽ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാം ഞാൻ മറന്നു പോയിടാ മിത്തു. കുനിഞ്ഞിരുന്നു കൊണ്ട് കണ്ണൻ നെറ്റിയിൽ തടവി. സീതയുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ മനസ്സിലപ്പോഴും കൊളുത്തി വലിച്ചു, ചോര പൊടിഞ്ഞു തുടങ്ങും വരെയും. എനിക്കൊന്ന് ടൗണിൽ പോണം മുത്തശ്ശി. ഉച്ചയ്ക്ക് നാരായണി മുത്തശ്ശിക്ക് ഭക്ഷണവും മരുന്നും എടുത്തു കൊടുത്തുകൊണ്ട് അവരുറങ്ങാൻ കിടക്കുന്നതിന് മുൻപേ സീത പതിയെ ചോദിച്ചു. എന്തേ കുട്ടിയെ, വയ്യേ നിനക്ക്? വന്നത് മുതൽ ഇങ്ങനെ വാടിക്കൊണ്ടാണല്ലോ. ചോദിക്കുന്നത് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെയൊന്നും ചോദിക്കാഞ്ഞത്. മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചു. അസുഖമൊന്നുമില്ല മുത്തശ്ശി, സീത നേർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നിന്നെ ഞാനൊന്ന് ചിരിച്ചു കാണുന്നത്? മുത്തശ്ശി കൈനീട്ടിക്കൊണ്ട് അവളുടെ കവിളിൽ തൊട്ടു. സീത ആ കയ്യിൽ അമർത്തി പിടിച്ചു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഒറ്റയ്ക്ക് പോവോ നീ? മുത്തശ്ശി ചോദിച്ചു. സീത തലകുലുക്കി. എങ്കിൽ പോയിട്ട് വാ, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സീത തലയാട്ടി. വൈകുന്നേരത്തെ ചായ ഫ്ലാസ്കിലുണ്ട്, സീത മേശയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശിയും തലകുലുക്കി. എനിക്ക് പോണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ്. ഇതിപ്പോൾ തരുന്ന സ്വാതന്ത്ര്യം മുതലെടുക്കും പോലെ എന്നും പറഞ്ഞ സീത അപരാധിയെ പോലെ തല കുനിച്ചു. എന്തൊക്കെയാ മോളെ മനസ്സിൽ കയറ്റി വച്ചേക്കുന്നത്? നീ എനിക്കെൻ്റെ മോളല്ലേ, ഞാൻ അങ്ങനെയല്ലേ കാണുന്നത്? മുത്തശ്ശി അവളെ നോക്കി. സീത അതേന്ന് തലയാട്ടി. വേറൊന്നും ആലോചിച്ച് സമയം കളയണ്ട, പോയിട്ട് വന്നോളൂ. നേരം വൈകി ഇറങ്ങിയ തിരിച്ചു വരാനും വൈകും നീ. സീത തലകുലുക്കിക്കൊണ്ട് മേശയിൽ നിന്നും ബാഗ് വലിച്ചെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി വാതിൽ ചാരി. ഹൃദയം വീണ്ടും പേടിപ്പെടുത്തിക്കൊണ്ട് ഉറക്കെ മിടിച്ചു. ഹരിയെ കൂടി കൂട്ടുവിളിച്ചാലോ എന്നാദ്യം തോന്നി. പിന്നെ ആ ചിന്ത ഉപേക്ഷിച്ചു. ആദ്യം പോയിട്ട് നിരഞ്ജനയ്ക്ക് പറയാനുള്ളത് കേൾക്കണം. എന്നിട്ടൊരു തീരുമാനമെടുക്കാൻ തീർച്ചയായും ഹരിയുടെ സഹായം വേണ്ടി വന്നേക്കും. അശുഭകരമായ എന്തോ ഒന്ന് തന്നെ കാത്തിരിക്കുന്നുവെന്ന് ഹൃദയം നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്നേരം വരെയും വിശപ്പോ ദാഹമോ അറിയാത്ത വിധമൊരു അവസ്ഥ. ഉച്ചയ്ക്ക് മുത്തശ്ശി നിർബന്ധം പറഞ്ഞതുകൊണ്ട് വാരി തിന്ന 2 പിടി ചോറാണ് ഇന്നത്തെ ആകെയുള്ള ഭക്ഷണം. തളർന്നു പോകുന്ന കാലുകൾ വലിച്ചെടുത്തുകൊണ്ട് സീത വാശിയോടെ മുന്നോട്ട് നടന്നു. പടിപ്പുര കടന്നവൾ ഇറങ്ങിപ്പോയതിനു ശേഷമാണ് കണ്ണൻ കാറിൻ്റെ ചാവിയും കറക്കിക്കൊണ്ട് ഓടിയിറങ്ങി ചെന്നത്. ധൃതിയിൽ റോഡിൻ്റെ ഓരം ചേർന്ന് നടക്കുന്നവൾക്കരികിലേക്ക് അവൻ കാർ നിർത്തി. സീത കാറിൻ്റെ നേർക്ക് നോക്കുന്നുണ്ട്. കണ്ണൻ കൈയെത്തിച്ചിട്ട് അവൾക്ക് വേണ്ടി മുന്നിലെ ഡോർ തുറന്നു കൊടുത്തു. വാ, കയറ്, ചിരിച്ചുകൊണ്ടവൻ പറയുമ്പോൾ അവളുടെ മുഖം ചുളിഞ്ഞു. അല്ല, അത് പിന്നെ ഞാൻ ബസ്സിന്, അവൾ മുന്നിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നീ സ്വയം കയറുന്നോ, ഞാൻ ഇറങ്ങി വന്നിട്ട് എടുത്ത് കയറ്റണോ? കണ്ണൻ പുരികം പൊക്കിക്കൊണ്ട് അവളെ നോക്കി. ഇടം വലം ഒന്നുകൂടി നോക്കിയതിനു ശേഷം സീത അവനരികിലേക്ക് കയറിയിരുന്നു. ഗുഡ് ഗേൾ, അവൻ അവളുടെ കവിളിൽ തട്ടി. സീതയുടെ മുഖം വെറുത്തു. കണ്ണൻ ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. കണ്ണേട്ടാ, എങ്ങോട്ടാ? സീത അവനെ തലചിരിച്ച് നോക്കി. എൻ്റെ പെണ്ണിന് ടൗണിൽ പോവണ്ടേ, ഒരു അത്യാവശ്യം. ഞാനിവിടെ വടി പോലെ നിൽക്കുമ്പോൾ അവളെങ്ങനെ തനിച്ചു വിടാൻ പറ്റുമോ? കണ്ണൻ കള്ളച്ചിരിയോടെ സീതയെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ അവനെ കൂർപ്പിച്ചു നോക്കി. പാടുണ്ടോ സീതാലക്ഷ്മി? നീ ഉത്തരം പറഞ്ഞില്ലല്ലോ. കണ്ണൻ വീണ്ടും അവളെ തലചിരിച്ച് നോക്കി.
ചുണ്ടിൽ വിരിഞ്ഞ ചിരി അവൻ കാണാതിരിക്കാൻ സീത പുറത്തേക്ക് നോക്കിയിരുന്നു. സീതയുടെ കൈകൾ എടുത്തിട്ട് കണ്ണൻ കോർത്തു പിടിച്ചു. ഒറ്റയ്ക്കാക്കില്ലെന്ന് വെറുതെ പറഞ്ഞതല്ല ഞാൻ ലച്ചു. അവൻ്റെ സ്വരം ആർദ്രമായി. സീത ചിരിയോടെ അവനെ നോക്കിയിട്ട് സീറ്റിലേക്ക് ചാരി കിടന്നു. ബാംഗ്ലൂരിൽ ഡോക്ടർ തന്നെയായിരുന്നോ കണ്ണേട്ടൻ? സീത ചുണ്ടിലൊളിപ്പിച്ച് പിടിച്ച ചിരിയോടെ ചോദിച്ചു. കണ്ണനൊന്ന് തലയാട്ടി ചിരിച്ചു. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ ഡി കള്ളി. അവൻ്റെ ചുണ്ടിലെ മനോഹരമായ ചിരിയിലേക്ക് നോക്കി സീതയിരുന്നു. അവളുടെ നോട്ടം കണ്ടിട്ട് അവൻ പുരികം പൊക്കി ചോദിച്ചു. അവളും ഒന്നും മിണ്ടാതെ നോട്ടം പുറത്തേക്ക് മാറ്റി. കണ്ണൻ കൈയെത്തിച്ച് സ്റ്റീരിയോ ഓൺ ചെയ്തു. നേർത്ത സ്വരത്തിൽ പ്രണയഗാനത്തിൻ്റെ ഈരടികൾ ഹൃദയതാളത്തിൽ തുടിച്ചു. അറിയാതെ തന്നെ കണ്ണൻ്റെയും സീതയുടെയും നോട്ടങ്ങൾ തമ്മിലിടഞ്ഞു. മൗനത്തോളം മനോഹരമായതൊന്നും ഈ ലോകത്ത് തന്നെ ഇല്ലെന്നതുപോലെ രണ്ടുപേരിലും മൗനം പെയ്തിറങ്ങിയ നനവുണ്ട്. ഹൃദയത്തോളം കിരിഞ്ഞിറങ്ങിയ പ്രണയത്തിൻ്റെ നനവ്. നമുക്ക് നേരെ ഇങ്ങനെയങ്ങ് പോയാലോ ലച്ചു? കണ്ണൻ ചിരിയോടെ സീതയെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ നേരെ നോക്കിയിരുന്നു. എനിക്കൊട്ടും കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തതുപോലെ നിന്നോടുള്ള പ്രണയം കൊണ്ട് ശ്വാസം മുട്ടുന്നു. അവളെ നോക്കാതെ അവൻ പതിയെ പറഞ്ഞു. നിന്റെ മുന്നിലുള്ള ബാധ്യതകളെ മറന്നു കളയുന്നതല്ല, ഈ ടെൻഷനുകൾക്കൊന്നും വിട്ടുകൊടുക്കാതെ എൻ്റെ മാത്രമായിട്ട് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരും അറിയാതെ ഞാനും നീയും മാത്രമായിട്ട്. അവൻ്റെ സ്വരം നേർത്ത് വന്നു. സീത വീർപ്പുമുട്ടലോടെ അവൻ്റെ നേരെ നോക്കിയിരുന്നു. പോരുന്നു. വീണ്ടും കണ്ണൻ്റെ കൈകൾ അവളുടെ വിരലുകളിൽ കോർത്തു. അവനാ വിരൽത്തുമ്പിൽ ചുണ്ട് ചേർത്തുകൊണ്ടവളെ നോക്കി. ഇതൊന്നും എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? സീത കണ്ണുരുട്ടിക്കൊണ്ട് അവനെ നോക്കി. നാശിപ്പിച്ചു. അവനാ കൈകൾ കുടഞ്ഞു മാറ്റി. ഇവിടെ ഒരുത്തൻ കഷ്ടപ്പെട്ടിരുന്ന് റൊമാൻസ് പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അവളൊരു സദാചാര പോലീസ് വന്നേക്കുന്നു. കണ്ണൻ പല്ല് കടിച്ചുകൊണ്ടവളെ നോക്കി. എപ്പോഴും എൻ്റെ റൊമാൻസ് ഇങ്ങനെ പൊളിച്ച് കയ്യിൽ തരാമെന്ന് നിനക്ക് വല്ല നേർച്ചയുമുണ്ടോ പെണ്ണെ? അവൻ്റെ ചോദ്യവും ഭാവവും കണ്ടിട്ട് സീത ഉറക്കെ ചിരിച്ചുപോയി. മറ്റൊന്നും ഓർക്കാതെ ഉറക്കെ ചിരിക്കുന്നവളെ കണ്ടപ്പോൾ കണ്ണനും ചിരിച്ചുകൊണ്ടവളെ നോക്കി. കണ്ണൻ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ സീത മുഖം തിരിച്ചു വെച്ചുകൊണ്ട് ചിരി ഒതുക്കി. എത്ര ഭംഗിയായി ചിരിക്കാനറിയാം അവൾക്ക്. പക്ഷേ ജീവിതം ഒരവസരം കൊടുക്കണ്ടേ? കണ്ണൻ വേദനയോടെ ഓർത്തു. റോഡിനോരം ചേർന്ന് കണ്ണൻ വണ്ടി നിർത്തി. എന്താ ഇവിടെ? സീത അവനെ നോക്കി. കാര്യമുണ്ട്, ഇപ്പോൾ വരാം. സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റി കണ്ണിറുക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. വൈകലേട്ടോ, തിരിച്ചു പോവാനുള്ളതാ. അവനിറങ്ങി ഡോറടയ്ക്കും മുന്നേ സീതയെ ഓർമ്മിപ്പിച്ചു. ഇല്ല, ഒരു 5 മിനിറ്റ്. അതും പറഞ്ഞിട്ട് കണ്ണൻ റോഡ് മുറിച്ച് കടന്നു പോകുന്നത് നോക്കി സീതയിരുന്നു. വീണ്ടും അവളേതോ ഓർമ്മയിലേക്ക് വീണു പോയിരുന്നു. അവനുള്ളപ്പോൾ മുന്നിലേക്ക് വരാൻ മടിച്ച പ്രശ്നങ്ങൾ ഓരോന്നും അവൾ ഒറ്റയ്ക്കായെന്ന് കണ്ടതും ഓടി വന്നിരുന്നു. പറഞ്ഞതുപോലെ 5 മിനിറ്റ് കൊണ്ട് തന്നെ തിരികെ വന്നവനെ നോക്കാതെ അവൾ അപ്പോഴും ചിന്തകളിലാണ്. ഒരു നെടുവീർപ്പോടെ കണ്ണൻ ഡോർ തുറന്നു കയറി. ഡോർ അടയ്ക്കുന്നത് കേട്ടതാണ് സീത ഞെട്ടിക്കൊണ്ടവനെ നോക്കിയത്. അവൻ്റെ കയ്യിൽ പിടിച്ച പാത്രത്തിലേക്കും വെള്ളക്കുപ്പിയിലേക്കും അവളുടെ നോട്ടം പാളി വീണു. കണ്ണേട്ടൻ ഭക്ഷണം കഴിച്ചില്ലേ വന്നത്? അവൾ സംശയത്തോടെ അവൻ്റെ നേരെ നോക്കി. ഞാൻ കഴിച്ചു, പക്ഷേ എൻ്റെ ഭാര്യ കഴിച്ചിട്ടില്ല. അവൻ ഒറ്റ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഭാര്യയോ? സീതയുടെ കണ്ണുകൾ മിഴിഞ്ഞു. യെസ്. അവൻ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തല കുലുക്കി. സീത അവനെ തുറച്ചു നോക്കി. മനസ്സറിഞ്ഞ് ഒരു ചരട് കെട്ടി സ്വന്തമാക്കിയാലും മതി ലച്ചു ഭാര്യയാവാൻ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വീണ്ടും അവളുടെ മുഖം കുർത്തു. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നീ ഇത് കഴിക്ക്, എന്നിട്ട് പോകണ്ടേ നമുക്ക്? അവൻ കയ്യിലുള്ള പാത്രം അവൾക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട കണ്ണേട്ടാ, ഞാൻ കഴിച്ചു. സീത അവനെ നോക്കി പറഞ്ഞു. പിന്നെ നീ കഴിക്കും. രാവിലെ വന്നപ്പോൾ തന്നെ വാടിക്കുഴഞ്ഞാണ് വന്നത്. ഇന്നേരം വരെയും നിരഞ്ജന വിളിച്ചതെന്തെന്ന് ഓർത്തുകൊണ്ട് നടക്കുന്ന നീ കഴിക്കാനും കുടിക്കാനുമൊക്കെ മറന്നുപോയിരിക്കുമെന്ന് എനിക്കറിയാം. കണ്ണൻ ഗൗരവത്തോടെ അവളെ നോക്കി. സീത മുഖം കുനിച്ചു. കഴിക്കിലേച്ചു. വീണ്ടും അവൻ പറഞ്ഞപ്പോൾ സീതയ്ക്ക് നിരസിക്കാനായില്ല. ഇപ്പോഴും വിശപ്പൊന്നും തന്നെ തോന്നുന്നില്ല. പക്ഷേ ഇത്രയും സ്നേഹത്തോടെ ഇത് വാങ്ങി മുന്നിലേക്ക് നീട്ടുമ്പോൾ അതങ്ങനെ വേണ്ടെന്ന് പറയും. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല. രണ്ടായാലും ചങ്കിൽ ഒരു കരച്ചിൽ പിടയുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി ആ ദോശ മുറിച്ച് കഴിക്കുന്നവളെ അലിവോടെ നോക്കി കണ്ണൻ സീറ്റിലേക്ക് ചാരി. ഇടയിൽ എപ്പോഴും സീത നോക്കുമ്പോൾ കണ്ണൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു. അവൾക്കൊരു ചമ്മൽ തോന്നി. കണ്ണേട്ടന് വേണോ? അവൾ പതിയെ ചോദിച്ചു. അവൻ കുസൃതിയോടെ മൂളി. സീത അവൻ്റെ മുന്നിലേക്ക് പാത്രം നീട്ടി.
അവൻ അവളെയും ആ നീട്ടിപ്പിടിച്ച പാത്രത്തെയും ഒന്ന് നോക്കി. എന്നിട്ട് സീത കയ്യിലെടുത്ത് പിടിച്ചത് അവൻ്റെ വായിലേക്ക് വെച്ചു. പെട്ടെന്നായിരുന്നത് കൊണ്ട് തന്നെ സീത വിറച്ചുപോയി. അവനപ്പോഴും യാതൊരു മാറ്റവുമില്ലാതെ കയ്യിലുള്ള കുപ്പി തുറന്നിട്ട് വെള്ളം കുടിക്കുന്ന തിരക്കിലാണ്. സീത പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. ധൃതിയിൽ ബാക്കിയുള്ളതും കഴിച്ചു തീർത്തു. കൈ കഴുക്. കണ്ണൻ അവളുടെ കയ്യിലെ പാത്രം വാങ്ങിയിട്ട് വെള്ളക്കുപ്പി അവൾക്ക് നേരെ നീട്ടി. സീത ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്കിറങ്ങി. കൈ കഴുകി വെള്ളം കുടിച്ചുകൊണ്ട് അവൾ തിരിച്ചു കയറും മുന്നേ പാത്രം തിരികെ ഏൽപ്പിച്ചിട്ട് കണ്ണനും വന്ന് കയറി. പോയാലോ? അവൻ ചോദിച്ചു. സീത തലയാട്ടി. ഓക്കെ അല്ലേ? വീണ്ടും കണ്ണൻ ചോദിച്ചു. സീത അതേന്ന് തലയാട്ടി കാണിച്ചു. മറ്റുള്ളവരെക്കുറിച്ച് ഓർത്ത് നീറും മുന്നേ അവരതിന് അർഹരാണോ എന്ന് കൂടി പരിശോധിച്ചു നോക്കണം ലച്ചു. ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് കണ്ണൻ അത് പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാണെന്നല്ലേ? അവളുടെ മനസ്സിലെ ചോദ്യമറിഞ്ഞ പോലെ കണ്ണൻ ചോദിച്ചു. നിരഞ്ജനയ്ക്ക് പറയാനുള്ളത് എന്തു തന്നെയായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ താൻ ഇപ്പോഴേ റെഡിയാവണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർജുൻ വലിയൊരു പ്രശ്നത്തിലായിരിക്കും. അത് പക്ഷേ നീ കാരണമല്ല. അവനായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നീ മാത്രം ടെൻഷനായാൽ പോരല്ലോ. കണ്ണൻ സീതയെ നോക്കി. 1ാം ക്ലാസ്സിലല്ലല്ലോ അവൻ പഠിക്കുന്നത്. ഒരു ഡിഗ്രി വിദ്യാർത്ഥിക്ക് തെറ്റായത് ശരിയേതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമില്ലെങ്കിൽ പിന്നെ എന്താ ആ വിദ്യാഭ്യാസം കൊണ്ട് കാര്യം? അവനറിയില്ലേ അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ? അവൻ അറിയേണ്ടതല്ലേ നീ ഒരാൾ കിടന്ന് ശ്വാസം കിട്ടാതെ ഓടുന്നത്? സീത അവൻ്റെ നേരെ പകച്ചു നോക്കി. കൂടുതൽ നിന്നെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ലച്ചു. നീ ഏതവസ്ഥയിലായിരുന്നാലും കണ്ണേട്ടൻ നിന്റെ കൂടെയുണ്ടാകും. പക്ഷേ നീ അറിയണം, നിന്റെ സന്തോഷവും സമാധാനവും കളഞ്ഞിട്ട് ആദ്യ പിടിക്കാൻ മാത്രം അവർക്ക് നീ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. വേദനിക്കുന്നതിനും വേണ്ടേടി ഒരു അർത്ഥമൊക്കെ. അവൻ്റെ സ്വരം ആർദ്രമായി പോയിരുന്നു. നിറഞ്ഞ കണ്ണോടെ സീത അവനെ നോക്കിയിരുന്നു പോയി.